രക്ഷപ്പെടുത്തണം. ആ രൂപത്തിൽ നമ്മൾ ജീവിക്കുക. അതാണ് ആമിനഹുല്ലാഹു തആല ഫീ തിൽക്കൽ ലൈലത്തി മിനശ് ശൈത്വാനിർ റജീം. ആ രാത്രിയിൽ പിശാചിന്റെ ശർറിൽ നിന്ന് അല്ലാഹു തആല നിർഭയത്വം നൽകും. മറ്റൊന്നെന്താണ്? കള്ളന്മാരുടെ ശല്യത്തിൽ നിന്ന് അല്ലാഹു കാക്കും. വമിൻ മൗത്തിൽ ഫുജ്അ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അല്ലാഹു കാക്കും. വയദ്ഫഉ അൻ കുല്ലി ബലാ, അതുപോലെ മറ്റു ബലാഉകളൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കഴിവ് 21 വട്ടം ഈ ബിസ്മി ചൊല്ലിയാലുണ്ട്. അപ്പം ഉറങ്ങുന്നതിന് മുമ്പ് ഈ 21 വട്ടം ബിസ്മി ചൊല്ലിയാലുള്ള മഹത്വമാണ്. അല്ലാഹു അത് പതിവാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ഇനി ഇമാം റാസി റളിയല്ലാഹു അൻഹു ബിസ്മിയുടെ മഹത്വമായിട്ട് ഒരുപാട് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മൾ ഓടിച്ചു പോകുന്നത്. ഇനി നമ്മൾ കേൾക്കേണ്ട ഒരു സംഭവം, അതൊരു വലിയ സംഭവമാണ്. ഭക്ഷണത്തിലൂടെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുകയാണ്. എന്താണ് സംഭവം? മഹാനായ അബൂ മുസ്ലിം ഖവലാനി റളിയല്ലാഹു അൻഹു, ആ മഹാന്റെ സംഭവമാണ്. സംഭവം ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. അന്ന ജാരിയതൻ കാനത് ലി അബീ മുസ്ലിമിൻ ഖവലാനി റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ മുസ്ലിം ഖവലാനി റളിയല്ലാഹു അൻഹുവിന് ഒരു അടിമ പെണ്ണുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അടിമ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്കറിയാം, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പഴയ അടിമ നിർമാർജനം ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചത്. അങ്ങനെ ഈ അടിമ ഖാലത്ത് ലഹു, മഹാനായ അബൂ മുസ്ലിം ഖവലാനി റളിയല്ലാഹു അൻഹുവിനോട് ഈ പെണ്ണ് ചോദിക്കുകയാണ്, യാ അബാ മുസ്ലിം, അല്ലയോ അബൂ മുസ്ലിമേ, മാ സിൽതു അജഅലു സുമ്മ ഫീ തുആമിക മുൻദു കദാ വകദാ, ഞാൻ കുറച്ചു കാലമായി നിങ്ങൾക്കുള്ള ഭക്ഷണത്തിൽ വിഷം കലർത്തി തരുന്നു. പക്ഷേ അതൊന്നും ലവലേശം ഫലം ചെയ്യുന്നില്ലല്ലോ. എന്താണ് കാരണം? ഉടനെ അബൂ മുസ്ലിം ഖവലാനി റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് പറയാം, എന്താണ് വിഷം ഏൽക്കാത്തത് എന്ന കാര്യത്തെക്കുറിച്ച് സ്റ്റോപ്പ്, ഇപ്പൊ പറയാം. പക്ഷേ എന്റെ ഒരൊറ്റ ചോദ്യം, അബൂ മുസ്ലിം ഖവലാനി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, വലിമ ജഅൽതി ദാലിക, എന്തിനാണ് പെണ്ണെ നീ അങ്ങനെ എനിക്ക് വിഷം കലർത്തിയിട്ട് ഭക്ഷണം തന്നത്? അതാദ്യം പറയാം. ആ പെണ്ണ് പേടിച്ചു. ആ പെണ്ണ് പറയുകയാണ്, അല്ലയോ അബൂ മുസ്ലിം ഖവലാനി, ഞാൻ നിങ്ങളുടെ യുവതിയായ അടിമ സ്ത്രീയാണല്ലോ. ഫലാ അൻത തുദ്നീനി മിൻ ഫിറാശിക വലാ അൻത, യുവതിയായിരിക്കെ എനിക്ക് ഒരുപാട് വൈകാരിക ദാഹം ഉണ്ടാകാറുണ്ടല്ലോ. എന്റെ വൈകാരിക ദാഹം തീർക്കാൻ നിങ്ങളുടെ വിരിപ്പിലേക്ക് എന്നെ അടുപ്പിക്കുന്നില്ല. മാത്രമല്ല നിങ്ങൾ എന്നെ വിൽക്കുന്നുമില്ല. അപ്പൊ ഞാൻ കരുതി എനിക്കുള്ള ഏകമാർഗം നിങ്ങളെ കൊല്ലലാണ്. നിങ്ങളെ കൊന്നിട്ട് ഒരു മംഗല്യ ഭാഗ്യം, ഒരു മറ്റുള്ളവരോടും കൂടെ ഒത്ത് ജീവിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയാലോ എന്നിങ്ങനെ സ്വപ്നം കാണുകയായിരുന്നു ഞാൻ. അത് കാരണമാണ് ഞാൻ നിങ്ങളെ കൊലപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് തന്നിട്ടുള്ള ഭക്ഷണത്തിലേക്ക് വിഷം കലർത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നത്.
അപ്പോഴാണ് മഹാനായ അബൂ മുസ്ലിം അൽ ഖവലാനി റളിയല്ലാഹു അൻഹു ഈ പെണ്ണിനോട് പറയുന്നത്, ഓ പെണ്ണേ, ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇന്നീ കുന്തു അഖൂലു ഇദാ അറദു അൻ അഖുല, മഹാനവറുകളുടെ സയ്യിദാണ്, സയ്യിദായ അബൂ മുസ്ലിം അൽ ഖവലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓ പെണ്ണേ, നീ എനിക്കുണ്ടാക്കി തരുന്ന ഭക്ഷണം എന്റെ മുമ്പിൽ വെച്ച് നിന്നാൽ അത് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ പറയും, അല്ലാഹുവിന്റെ പേര് പറയും. അത് എങ്ങനെയാണ് പറയാറുള്ളത്? ബിസ്മില്ലാഹ് ഖൈറുൽ അസ്മാ, അല്ലാഹുവേ നിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അത് ഏറ്റവും പേരുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഉന്നതമായ നല്ല പേരാണല്ലോ അല്ലാഹ്. അല്ലദീ ലാ യദുറു മഅസ്മിഹി ദാഉൻ, അല്ലാഹുവേ ഈ പേരോടുകൂടെ എന്ത് ചെയ്താലും ഒന്നും സംഭവിക്കൂലല്ലോ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കൂലല്ലോ. റബ്ബിൽ അർളി വറബ്ബിസ് സമാ, ആകാശത്തിന്റെ റബ്ബായ അല്ലാഹ്, ഭൂമിയുടെ റബ്ബായ അല്ലാഹ്, ഈ ദിക്ർ ചൊല്ലിയിട്ടല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. നീ വിഷം കലർത്തിയിട്ട് പറഞ്ഞതല്ലേ ഞാൻ ഈ ഭക്ഷണം കഴിക്കുമ്പോ നീ വിഷം കലർത്തിയിട്ട് തിന്ന ഭക്ഷണമായാലും എനിക്ക് റബ്ബ് ഈ ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ട് നീ എത്ര വലിയ വിഷം ചേർന്നാലും എനിക്കത് ഏൽക്കൂല. നോക്കൂ, മഹാനവറുകൾ ബിസ്മില്ലാഹ് ഖൈറുൽ അസ്മാ അല്ലദീ ലാ യദുറു മഅസ്മിഹി ദാഉ റബ്ബിൽ അർളി വറബ്ബിസ് സമാ, ഈ ദിക്ർ ചൊല്ലിയപ്പോൾ മഹാനവറുകൾക്ക് ഭക്ഷണം കൊടുത്ത ഭക്ഷണത്തിലേക്ക് വിഷം കലർത്തിയിട്ട് കൊടുത്തിട്ട് പോലും ഒന്നും ഏറ്റിട്ടില്ല. ഇത് പറഞ്ഞതിന് ശേഷം മഹാനായ അബൂ മുസ്ലിം അൽ ഖവലാനി റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് പറഞ്ഞു, ഓ പെണ്ണേ, നിനക്ക് അങ്ങനെ ഒരു മോഹമുണ്ടെങ്കിൽ, നിനക്ക് മറ്റുള്ളവരോട് സുഖിക്കണമെന്നൊരു മോഹമുണ്ടെങ്കിൽ എന്നെ കൊന്നിട്ട് വേണോ നീ ആ മോഹം സ്വപ്നം കാണാൻ? നിനക്കത് പറഞ്ഞാൽ മതിയായിരുന്നുവല്ലോ. പക്ഷേ നീ ചെയ്തത് വളരെ മോശമാണ് പെണ്ണേ. അതുകൊണ്ട് ഇന്നു മുതൽ എന്റെ വീട്ടിൽ നിന്നെ നിർത്താൻ പറ്റില്ല, നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇതുവരെ ഞാൻ മുന്നോട്ട് പോയത് ഞാൻ ഒരു നല്ല പെണ്ണാണ് എന്ന് കരുതിയിട്ടായിരുന്നു ഞാൻ നിന്നെ നിർത്തിയിരുന്നത്. പക്ഷേ എന്റെ ജീവന് പോലും നഷ്ടപ്പെടുത്താൻ വേണ്ടി നീ ശ്രമിച്ചുവല്ലോ. അതുകൊണ്ട് പെണ്ണേ, നീ ഇവിടെ നിന്ന് പോയിക്കോ. മഹാനവറുകൾ ആ പെണ്ണിനെ മോചിപ്പിച്ചു, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു, പറഞ്ഞയച്ചു. നോക്കൂ ബിസ്മിയുടെ മഹത്വം എത്രമാത്രമാണ്. ഇനി ഒരിട്ട സംഭവം കൂടെ മഹാൻ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അതേതാണ്? ഇസ്ലാമിനെ വെല്ലുവിളി മുഴക്കാൻ വേണ്ടി ഒരു സമൂഹം വരികയാണ്, നസ്രാനികൾ. ഇവരുടെ മെയിൻ ഉദ്ദേശം ഇസ്ലാമിനെ നശിപ്പിക്കുക എന്നതാണ്. പക്ഷേ അവരുടെ മുമ്പിൽ പോലും ബിസ്മിയുടെ പവർ കാണിച്ചു കൊടുത്ത ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, ആരാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രമുഖനാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ധീരനായ യോദ്ധാവാണ്. ചെറുപ്പത്തിലെ വലിയ യോദ്ധാക്കന്മാരുടെ കൂട്ടത്തിൽ നടക്കുകയും സൈനികരുടെ അണിയിൽ നിൽക്കുകയും എല്ലാവിധ സായുധ സന്നാഹങ്ങളോടുകൂടെ എല്ലാറ്റിലും കൈവുള്ള നല്ല ഒരു ചെറുപ്പക്കാരനായിരുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ സൈഫുല്ലാഹ്,
സൈഫ് എന്ന് പറഞ്ഞ വാൾ എന്നാണ് അർത്ഥം. സൈഫുല്ലാഹ്, അള്ളാഹുവിന്റെ വാൾ എന്ന പേര് വിശേഷിപ്പിക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, മക്കയിൽ മക്കം ഫത്ഹ് നടക്കുന്ന ഒരു ദിവസം, ആ ദിവസം പിന്നീട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 10,000-കണക്കിന് സ്വഹാബത്തും മക്കയിലേക്ക് വരുന്നൊരു രംഗം. അങ്ങനെ ആ സ്വഹാബികളെ 2 ലൈനാക്കിയിട്ട് നിർത്തിയിട്ട് ഒരു ലൈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് ഞാൻ നിയന്ത്രിക്കാം. അപ്പുറത്തെ ലൈൻ, ഇത് നിയന്ത്രിക്കേണ്ടത് ഖാലിദേ നീയാണ്, നീ ഈ ലൈനെ നിയന്ത്രിക്കണം. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു നിയന്ത്രിക്കുകയാണ്. അങ്ങനെ ഇവര് നടന്നു വരികയാണ്. നടന്നു വന്നപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൈബത്തും അവിടുത്തെ വഖാറും അവിടുത്തെ ആ ഹിമ്മത്തും എല്ലാം കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിടാൻ ശത്രുക്കൾക്ക് ഒരു പ്രയാസമുണ്ട്. ഇപ്പുറത്തുള്ള ആ ലൈനിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ നോക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ പോലും മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. എല്ലാ ശത്രുക്കളെയും അവർ മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നേരിട്ടു. അവർക്ക് പിന്നെ ഒന്നും മുസ്ലിം സൈന്യത്തിൽ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വളരെ ഭംഗിയായി നടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ മുകൾ ഭാഗത്തിലൂടെ, മക്കയുടെ മുകൾ ഭാഗത്തിലൂടെ വിശുദ്ധമായ ഹറമിലെത്തുകയാണ്. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അതിന്റെ താഴ്വരകളിലൂടെ നടന്ന് മക്കയിലെത്തുകയാണ്. ആ ഒരു രംഗം നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനെ അത്രയും ഇഷ്ടപ്പെട്ട ഒരു സ്വഹാബിയായതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ധീരത കൊണ്ട് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു ലൈൻ നിയന്ത്രിക്കാൻ വേണ്ടി ക്യാപ്റ്റനായി നിയമിക്കുകയാണ്. ആ മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ക്രിസ്ത്യാനികൾ പറഞ്ഞേക്കുകയാണ്. എന്തിനാണ് പറഞ്ഞേക്കുന്നത്? ഖാലിദ് ഇവിടെ വന്നിട്ട് പ്രശ്നമുണ്ടാക്കുകയാണ്. പ്രശ്നം അവർക്കുള്ള അസുഖം എന്താണെന്നറിയോ? ഇസ്ലാം വളർന്ന് പന്തലിക്കുമോ എന്നുള്ളൊരു പേടിയാണ്. അങ്ങനെ പേടിച്ചുകൊണ്ട് അവരുള്ള ഒരു കാരണവരായ ഒരു വന്യ വയോധകൻ എന്നൊക്കെ പറയുന്ന വയോവൃദ്ധനായ ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ മസീഹ് ബിനു അംർ ബിനു ഖൈസ് ബിനു ഹയ്യാൻ എന്നാണ്. അബ്ദുൽ മസീഹ് എന്ന് പറഞ്ഞ മസീഹിന്റെ അടിമ എന്നാണ്. അത്ര സ്ട്രോങ് ക്രിസ്ത്യാനിയാണ്. ആ മനുഷ്യനെ പറഞ്ഞേക്കുകയാണ്. അയാളെ വയസ്സ് 350 വയസ്സാണ്. അയാൾ 350 വയസ്സോളം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരു ചർച്ചയ്ക്ക് വേണ്ടി വരികയാണ്. അതിന്റെ മുമ്പ് ഒരുപാട് സംവാദങ്ങൾ, ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ മനുഷ്യനെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമാകും, ഖാലിദിന്റെ ഈ പടിപടം നിർത്തും എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ ഒരു ഭാഗത്ത് നിൽക്കുക. ഏതായാലും ഈ മനുഷ്യൻ ചെന്നു. അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ മസീഹ് ബിനു അംർ ബിനു ഖൈസ് ബിനു ഹയ്യാൻ എന്നാണ്. അദ്ദേഹം ചെന്നു. അങ്ങനെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലെത്തി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഒക്കെ കഴിയും. അങ്ങനെ ഈ മനുഷ്യൻ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ വെല്ലുവിളിക്കുകയാണ്. എന്താ വെല്ലുവിളി? അല്ല ഖാലിദേ, ബിസ്മിയുടെയും ഖുർആനിന്റെയും മഹത്വം ഇത്രമാത്രമാണെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. ഈ കാണുന്ന വിഷം ബിസ്മി ചൊല്ലി കുടിക്കുമോ? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം ഒരു മാരകമായ വിഷം കൊണ്ടാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വരുന്നത്. എന്തിനാണ് ഈ വിഷം? ഒന്ന് കുടിച്ചിട്ട് അതോടുകൂടെ ഖാലിദിന്റെ ജീവൻ അടക്കണം, എന്നിട്ട് ഇസ്ലാം ഇവിടെ വളരാൻ അനുവദിക്കരുത് എന്ന് ചിന്തിച്ചിട്ടാണ് ഈ വിഷം കൊണ്ട് അദ്ദേഹം വരുന്നത്. അങ്ങനെ ഈ വന്ന മനുഷ്യൻ അബ്ദുൽ മസീഹ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിമിഷ നേരം കൊണ്ട് മനുഷ്യനെ കൊന്നുകളയുന്ന വിഷം ഈ മനുഷ്യന്റെ കയ്യിലുണ്ട്.
എന്നിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഈ ഉള്ളം കയ്യിൽ യുഖല്ലിബുഹു ഫീഹി, ആ വിഷം ഇങ്ങനെ ഉള്ളം കയ്യിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കുകയാണ്. അതാണ് യുഖല്ലിബുഹു ഫീഹി എന്ന് പറഞ്ഞാൽ. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ച് ഇങ്ങനെ കളിക്കുകയാണ്. ഇങ്ങനെ വിളിച്ചിട്ട് ഖാലിദ്, ഈ വിഷം നീ ഒന്ന് കുടിച്ചോ. ഇത് കുടിച്ചിട്ട് ഇതിൽ പറയുന്ന ബിസ്മി, ആ ബിസ്മി ഉണ്ടല്ലോ, ആ ബിസ്മിക്ക് അത്ര മഹത്വം ഉണ്ടെങ്കിൽ ഇതൊന്ന് എന്റെ മുമ്പിൽ വെച്ചിട്ടൊന്ന് കുടിച്ചു തരണം. സുബ്ഹാനല്ലാഹ്. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെന്താണ്, ഇതിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം പറഞ്ഞു, അസ്വമു, ഇത് വിഷമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഈ നാട്ടിലൊന്നും കിട്ടൂല. ഇത് വലിയ ഉഗ്രൻ വിഷമാണ്. ഇത് ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് അങ്ങ് ചെന്നാൽ സെക്കൻഡുകൾ കൊണ്ട്, അതാണ് സെക്കൻഡുകളെ കൊണ്ട് മനുഷ്യൻ കാലിയായി പോകും. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമാ തസ്നഉ ബിഹി, ഇതെന്തിനാണ് നിങ്ങൾക്ക്? ഖാല, അബ്ദുൽ മസീഹ് പറയുകയാണ്, അതൈതുക, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണല്ലോ. ഈ ചർച്ച ഇതോടുകൂടെ തീരണം. ആ ചർച്ചയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് എനിക്കും എന്റെ നാട്ടുകാർക്കും സന്തോഷമുള്ള ഒരു ചർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു സന്തോഷമുള്ള ഒരു ചർച്ചയാണ് നിങ്ങളിലൂടെ എനിക്ക് കിട്ടുന്നത് എങ്കിൽ എനിക്ക് പിന്നെ ടെൻഷനാവേണ്ടതില്ല. ഞാൻ സന്തോഷിച്ചുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് മടങ്ങുന്നതാണ്. വൈകാനത്തിൽ അതല്ല, ചർച്ച വേറെ വഴിയിലേക്ക് മാറുന്നു എങ്കിൽ ലം അകുൻ അവ്വല മിൻ സാബിഖിൽ യഹിമി മുയിമൻ വബലാഅൻ ഫഅകിലഹു വഅസ്തരീഹു വഇന്നമാ ബഖിയ മിനു യസീർ. അതല്ല, ചർച്ച വരുന്നത് എനിക്കും എന്റെ നാട്ടുകാർക്കും വിഷമമാകുന്ന രൂപത്തിലാണ് എങ്കിൽ, ടെൻഷനാകുന്ന രൂപത്തിലാണ് എങ്കിൽ, എന്റെ ഈ ഉള്ളം കയ്യിൽ വെച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുന്ന ഈ വിഷമുണ്ടല്ലോ, ആ വിഷം ഞാൻ തന്നെ സ്വയം കഴിച്ച് ഞാൻ എന്റെ ജീവന് ഇവിടെ വെച്ച് നഷ്ടപ്പെടുത്തുന്നതാണ്. എങ്കിൽ പോലും എന്റെ ശരീരം നിങ്ങളിലേക്ക് വിട്ടുതരില്ല. ഞാൻ എന്റെ ജീവൻ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുന്നതാണ് എന്നും പറഞ്ഞപ്പോ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങള് ആ പറഞ്ഞത് ശരിയല്ല. എന്ത് പറഞ്ഞാൽ? ആ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞാൽ, നിങ്ങള് ഒരു വിഷം കഴിച്ചാൽ ഉടനെ തന്നെ ഇപ്പൊ മരിക്കുമെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ആ പറഞ്ഞത് ശരിയല്ല. കാരണം എന്താണ്? അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരാളും മരിക്കൂല. ആ മനുഷ്യൻ വീണ്ടും പറഞ്ഞു, അങ്ങനൊന്നുമില്ല ഖാലിദേ, ഈ വിഷം കഴിച്ചാൽ പിന്നെ മരിക്കാത്ത ആരും ഈ ലോകത്തുണ്ടാവൂല. ഈ വിഷം ഒന്ന് കഴിച്ചോക്ക്, ഇത് കഴിച്ചാലും നിന്റെ മരണം ഇപ്പൊ ഇവിടെ വെച്ച് കാണാം. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം. ഈ ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള വിഷം, അത് എത്ര വലിയതാകട്ടെ, ഉഗ്രൻ വിഷമാകട്ടെ, ഒരു പ്രശ്നമല്ല, ഇങ്ങോട്ട് തരൂ, ഞാനത് തെളിയിച്ചു തരാം. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വെല്ലുവിളി സ്വീകരിച്ചു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, ഹാത്തി, കൊണ്ടുവാ മനുഷ്യ. ഫവദഅഹു ഫീ യദി ഖാലിദ്, മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ഈ വിഷം ഒഴിച്ചു കൊടുത്തു. ധൈര്യമുണ്ടെങ്കിൽ ഖാലിദേ, നീ ഒന്ന് കുടിക്കൂ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അങ്ങോട്ടും വെല്ലുവിളിച്ചു, അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഉള്ളം കയ്യിലേക്ക് ഒഴിച്ചു തരൂ, ഞാനത് ബിസ്മി ചൊല്ലി കുടിച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് പറയുമ്പോ അങ്ങനെ ഒരു വിഷം കുടിച്ചിട്ട് ഞാൻ ബിസ്മി ചൊല്ലിയിട്ട് കാണിച്ചു തരാം നമുക്ക് പറയാൻ പറ്റില്ല. അതെന്തേ കാരണം? അത് അല്ലാഹുവിന്റെ ഏകൽ കിട്ടിയവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് കറാമത്ത് കാണിക്കാനുള്ള പവറുണ്ട്, നമുക്കതിനുള്ള പവറില്ല. അതുകൊണ്ട് നമ്മളൊരാൾ മുമ്പിൽ പോയിട്ട് ആ വിഷം കഴിച്ചായിട്ട് ഞാൻ ബിസ്മി ചൊല്ലി കുടിച്ച് കാണിച്ചു തരാം, നമുക്കത് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഖാലിദേ ഇതിനി കുടിക്കണം, എന്നിട്ട് കറാമത്ത് കാണിച്ചു കൊടുക്കണം. അവർക്കതിനുള്ള കഴിവുണ്ട്.
എങ്കിലും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ബിസ്മി അവിടെ വെച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനുഷ്യ, നിങ്ങൾ പറഞ്ഞല്ലോ ഈ വിഷം കഴിച്ചാൽ ഏത് മനുഷ്യനായാലും അദ്ദേഹത്തിന്റെ ജീവൻ പോകുമെന്ന്. എങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ, എന്റെ ഉള്ളൻ കയ്യിലൊന്ന് ഒഴിക്കൂ, ഞാനത് കുടിച്ച് കാണിച്ചു തരാം. കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തപ്പോ അബ്ദുൽ മസീഹ് സന്തോഷിക്കുകയാണ്. കാരണം ഇത് ഖാലിദ് പറഞ്ഞതുപോലെ ഒന്നുമല്ലല്ലോ. ഖാലിദ് അത് കുടിക്കട്ടെ, കുടിക്കലോടുകൂടെ ഖാലിദിന്റെ ജീവൻ ഇപ്പോൾ നഷ്ടപ്പെടുമല്ലോ എന്നും കരുതി സന്തോഷിക്കുകയാണ്. അതേ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അതേ ചൊല്ലുകയാണ്, ബിസ്മില്ലാഹ് വബില്ലാഹ് റബ്ബിൽ അർളി വറബ്ബിസ് സമാഇ അല്ലദീ ലാ യദുറു മാ ഇസ്മിഹി എന്ന ദിക്റങ്ങ് ചൊല്ലിയതിനു ശേഷം മഹാനവറുകൾ ആ വിഷം കുടിക്കുന്നു. വിഷം കുടിച്ചപ്പോ സുബ്ഹാനല്ലാഹ് ഫതജല്ലത് ഹുഷ്യ, അത്രയും വലിയ ഉഗ്രൻ വിഷമല്ലേ അത്. അതങ്ങ് വയറ്റിലേക്ക് എത്തിയപ്പോ വല്ലാതെ ഒരു ബോധക്കേട് വന്നു. അത്ര ഉണ്ടായിട്ടുള്ളൂ. വലിയ ഉഗ്രവിഷാണ്, ഉടനെ മനുഷ്യൻ കാലിയാകുന്ന വിഷാണ്. അതങ്ങ് എത്തിയപ്പോയേക്ക് ഒരു ചെറിയൊരു ബോധക്കേട് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ അവിടെ കാണാൻ കഴിയും. ആ അത്രയും വലിയൊരു വിഷം വയറ്റിലേക്ക് ചെന്ന ആ ഒരു ഡോസ്, ഏറ്റവും ഡോസ് കൂടിയതാണല്ലോ. അപ്പൊ ഈ താടിയല്ലോ ഒന്ന് നെഞ്ചിലേക്ക് ഇങ്ങനെ വീണു, അത്ര ഉണ്ടായിട്ടുള്ളൂ. മനുഷ്യൻ കാലിയാകുന്ന വിഷമാണ് അവിടെ കഴിച്ചത്. ആലോചിച്ചു നോക്കൂ. അങ്ങനെ ഒരു ചെറിയൊരു അസ്വസ്ഥത. അപ്പോഴേക്ക് ക്രിസ്ത്യാനികളൊക്കെ ഇങ്ങനെ കൈയൊട്ടാണ്. ഇപ്പൊ ഖാലിദ് ഇവിടെ ഇപ്പൊ കാലിയാവും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈയൊട്ടാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ, അവർക്കുള്ള ലക്ഷ്യം ഇസ്ലാമിനെ തകർക്കുക എന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആ വിഷം കഴിച്ചപ്പോൾ പിന്നെ ഇങ്ങനെ ആ ഒരു ക്ഷീണം കൊണ്ട് താടിയെല്ലാം ഇങ്ങനെ നെഞ്ചിലേക്ക് വീണു. ഉടനെ നന്നായി അങ്ങ് വിയർത്തു. നന്നായി അങ്ങ് വിയർത്തു എന്ന് പറഞ്ഞാൽ ആ വയറ്റിലേക്ക് ചെന്ന വിഷങ്ങനെ വിയർപ്പിലൂടെ അങ്ങനെ പോയി. അതങ്ങ് പോകലോടുകൂടെ വന്നു, ഉള്ളിലേക്ക് വന്നു. അങ്ങനെ തന്നെ അത് പുറത്തേക്ക് പോവുകയാണ്. വിയർപ്പിലൂടെ പുറത്തേക്ക് പോയി. അതിങ്ങനെ പുറത്തേക്ക് പോയപ്പോ ബോധം കഴിഞ്ഞു. ബോധം കഴിഞ്ഞു. ഇത് വലിയൊരു കറാമത്താണ്. ആലോചിച്ച് നോക്കൂ, വലിയ വിഷം ചെന്നിട്ട് ഒരു മനുഷ്യൻ കാലിയാകുന്ന വിഷമാണ് കഴിച്ചത്. പക്ഷേ വിയർപ്പിലൂടെ അതെല്ലാം പുറന്തള്ളി മഹാനവറുകൾ ബോധം കഴിഞ്ഞു, കറാമത്ത് കാണിച്ചു. പക്ഷേ അല്ലാഹു അല്ലേ ഹിദായത്ത് കൊടുക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂജഹൽ നേരിട്ട് എല്ലാം കണ്ടിട്ടുണ്ടല്ലോ. അബൂജഹൽ പറഞ്ഞു, എന്നാ മുഹമ്മദേ, ആ കാണുന്ന ചന്ദ്രനെ ഒന്ന് പിളർത്തി കാട്ടിക്ക. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചന്ദ്രൻ ഇങ്ങനെ പിളർത്തി അങ്ങ് കാണിച്ചു. നേരിട്ട് എല്ലാ മോചിതത്വം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് അബൂജഹൽ. പക്ഷേ അവന് ഹിദായത്ത് കിട്ടിയിട്ടില്ലല്ലോ. പക്ഷെ അതേ രൂപത്തിൽ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച് ഡയറക്റ്റ് ആയിട്ട് ഈ കറാമത്ത് അനുഭവിച്ചിട്ട് പോലും അവന് ഇത് ഹിദായത്തിലേക്ക് വരാൻ അവന് സാധിച്ചില്ല. എന്നിട്ട് അവൻ ധിക്കാരത്തോടുകൂടെ ക്രിസ്ത്യാനികളുടെ അടുത്തേക്ക് അവൻ പോയിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ഈ മനുഷ്യൻ പറയുന്നത്, ഞാൻ വരുന്നത് എവിടുന്നറിയോ? ഞാൻ ഒരു പിശാചിന്റെ അടുത്ത് നിന്നാ വരുന്നത്. കാരണം നിമിഷ നേരം കൊണ്ടൊരു മനുഷ്യൻ കാലിയാകുന്ന വിഷം കഴിച്ച പിശാചിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിയിലേക്ക് മടങ്ങുകയാണ്. അവന് ഹിദായത്ത് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇത് കണ്ട പലരും അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കടന്നു വരികയും
ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ പവർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവരെ പിന്നെ എടുക്കുന്ന പണി എന്താണ്? ഖാലിദിനെ ഇതുകൊണ്ടൊന്നും പുറത്താക്കാൻ കഴിയില്ല. ഇനി എന്ത് വേണം, എന്തെങ്കിലും ഒരു ഓഫർ കൊടുത്തിട്ട് പുറത്താക്കിയാലോ എന്നും കരുതിയിട്ട് 1000 ഒട്ടകം നമുക്ക് കൊടുത്ത് പാരിതോഷികമായിട്ട് കൊടുത്തുകൊണ്ട് അവരെ പുറത്താക്കിയാലോ എന്നും കരുതിയിട്ട് മഹാനവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ, എനിക്ക് നിങ്ങളുടെ നയാ പൈസ വേണ്ട, ഞാൻ വന്നതിന്റെ ഉദ്ദേശം അല്ലാഹുവിനെ പരിചയപ്പെടുത്തലാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തലാണ്, അവിടുത്തെ ദീൻ വളർത്താനാണ് എന്റെ ഉദ്ദേശം. നിങ്ങളുടെ നയാ പൈസയും എനിക്ക് വേണ്ട എന്നും പറഞ്ഞു ദീനനായി അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ നടന്നു നീങ്ങിയ മഹാനാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നന്നാക്കി തരണേ റഹ്മാനേ. ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി തരണേ റഹ്മാനേ. രോഗങ്ങളൊക്കെ നീ ശരിയാക്കി തരണേ അല്ലാഹ്. എല്ലാവരും കേൾക്കണം, അടുത്തോട്ട് വരണം, യാ അക്രമ ബൈത്ത് ചൊല്ലണം. അല്ലാഹു ഖബൂൽ ആവട്ടെ. يا أكرم الخلق ما لمن أخلد به سواك إنه للحبيب العميم مولاي وسلم دائما أبدا على حبيبك خير ولن يغيب رسول الله جاءك به إذا الكريم تجلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم على حبيبك خير يا نفس لا تقنطي من زلة عظمى إن الكبائر في الغفران كالأمام مولاي صل وسلم على حبيبك خير من الرحمة بحين يقسمها تهدي على حسب العصيان في حسن مولاي صل وسلم دائما أبدا على حبيبك خير يا رب واجعل رجائي غير منعكس لديك واجعل حسابي غير منحرم مولاي صل وسلم أبدا على حبيبك خير
لله من أبدا بالخلق كلهم ما نهت عنها تباني ريح صبا وأطرب العيسها للعيس بالنغم مولاي لله من أبدا ثم رضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله حبيب الله سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي لله من أبدا على حبيبك للخلق كلهم ഇന്നത്തെ ചായ നമ്മുടെ അഞ്ചുപുരയിലുള്ള നമ്മുടെ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേരിലാണ് റുഖിയ എന്ന് പറയുന്ന ഉമ്മ വലിയ മുഹിബായിരുന്ന ഉസ്താദുമാരെയും മുതഅല്ലിമീങ്ങളെയൊക്കെ വലിയ സ്നേഹിക്കുന്ന ഉമ്മയാണ്. മൗലിദിന് വേണ്ടിയിട്ട് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് അതുപോലെ ദർസ് പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വല്ലാതെ സ്നേഹിച്ച് സഹായിച്ച് അവരെ കൂടെ ഒത്തുചേർന്ന് എല്ലാ സഹായങ്ങളും നൽകിയ ഉമ്മാണ്. അവിടെ ഇവിടെ പറഞ്ഞു അവരുടെ പേരിലാണ് ഇന്നത്തെ ചായ. അല്ലാഹു അക്ബർ. സന്തോഷത്തിനാവട്ടെ, മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ, മർഹമത്ത് നൽകുമാറാവട്ടെ. ആ ഉമ്മ ജീവിതത്തിൽ ചെയ്ത അത്തരം നല്ല കർമ്മങ്ങളുടെ ബറക്കത്ത് പ്രകാശപൂരിതമായി ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ റഷീദ് ഒരു വാഹനം എടുത്തിട്ടുണ്ട്. അല്ലാഹു എല്ലാ ആപത്ത് മുസീബത്തുകളിൽ അല്ലാഹു കാവൽ നൽകുമാറാവട്ടെ, സംരക്ഷണം കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് സൗദിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഷോപ്പുണ്ട്, മറ്റൊരു ഷോപ്പ്. ഒരു അഫ്ഗാനി വന്നിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവിടെ ഒരു കട തുറന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് വരുമാനമായിക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ട്. കുറച്ച് പൈസ എങ്ങനെയൊക്കെ സ്വലോഭിച്ചു അപ്പുറത്ത് കൊടുത്തു. അങ്ങനെ കൊടുത്തു. സുബ്ഹാനല്ലാഹ്. പിന്നെ ആ കടയുമില്ല. അതേ രൂപത്തിൽ ആ കടയിലുള്ള ഒരു സ്റ്റാഫ്
നമുക്ക് കച്ചവടം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെയുള്ള സാധനമൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുത്തു. അപ്പം സാധനവുമില്ല, ചെലവാക്കിയ പൈസയുമില്ല, ആളുമില്ല. അങ്ങനെ വളരെ വിഷമത്തോടുകൂടെ ഞാൻ ചെലവാക്കിയ പൈസയെങ്കിലും കിട്ടണം, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ വാങ്ങിയ മനുഷ്യന് അത് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കാൻ റഹ്മാനെ. പറ്റിപ്പോയതാണ് അദ്ദേഹത്തിന് ആ പണം തിരിച്ചു കൊടുക്കാൻ റഹ്മാനെ. അതുപോലെ മഞ്ഞപ്പിത്തം കൊണ്ട് വിഷമിക്കുന്നവർക്ക് റബ്ബേ ശിഫ കൊടുക്കണം റഹ്മാനെ. അതുപോലെ നമ്മുടെ ബാപ്പുട്ടിയാക്ക ഹൈദരാബാദ്, അദ്ദേഹത്തിന് പ്രയാസമുണ്ട്, ശിഫ നൽകുമാറാകട്ടെ. ഇങ്ങനെ തുടങ്ങി നാമുമായി ബന്ധപ്പെട്ട് പല രോഗികളും അള്ളാഹു അവർക്കൊക്കെ പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഒരു 10 തഹ്ലീൽ ചൊല്ലി ദുആ ചെയ്യുന്നു. അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, لا إله إلا الله، 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 لا إله إلا الله. الحمد لله، الحمد لله رب العالمين، حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد. اللهم صل على سيدنا محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاد وعلى آله وصحبه وسلم. أرحم الراحمين يا الله, ഞങ്ങൾ സ്നേഹിച്ച് ഈ സമയം വരെ നിന്റെ ദീനിന്റെ വിഷയങ്ങൾ പറഞ്ഞു, നിന്റെ ബിസ്മിയുടെ മഹത്വം പറഞ്ഞു. ഖബൂലാക്കണേ അല്ലാഹ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ആത്മാർത്ഥമായി ചൊല്ലുന്ന നല്ല മുത്തഖീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. അത് മുഖേന ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകമായ ഒരു ഉന്മേഷം തരുന്ന റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ മേഖലകളിലും നീ ബറകത്ത് ചെയ്യണേ റഹ്മാനെ. ബിസ്മി ചൊല്ലാൻ ഏത് നല്ല കാര്യം ചൊല്ലും തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലി തുടങ്ങാനുള്ള നല്ല ഓർമ്മ ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. ആ ബിസ്മിയുടെ ബറകത്തുകൊണ്ട് ഞങ്ങളുടെ ശരീരങ്ങളിൽ വല്ല വിഷാംശമുണ്ടെങ്കിൽ നീ നീക്കി തരണേ റഹ്മാനെ. വല്ല രോഗങ്ങളുമുണ്ടെങ്കിൽ നീ ശരിയാക്കി തരണേ റഹ്മാനെ. രോഗികളായി ഞങ്ങൾ ആരെയും നീ വിടത്തരുത് റഹ്മാനെ. അപ്പൊ ഞങ്ങളുടെ ശരീരം നോക്കാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടാവൂ, ഞങ്ങളെ മറ്റുള്ളവർക്ക് ഭാരമാക്കി കൊടുക്കരുത് റഹ്മാനെ. റഹ്മുറാഹിമായ അല്ലാഹ് ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളിൽ കൊടുത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതം ഭക്തിയുടെയും ഇഖ്ലാസിന്റെയും ഖുശൂഇന്റെയും ജീവിതമാക്കി തരണേ റഹ്മാനെ. നാക്കും കണ്ണും എല്ലാം ഹറാമിൽ നിന്ന് മുക്തമായി ജീവിക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. റബ്ബേ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാഹ്. അർഹമുറാഹിമായ അല്ലാഹ്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമായ റബീഉൽ അവ്വൽ ഒരു മാസം കഴിഞ്ഞാൽ ഞങ്ങളിലേക്ക് വരികയാണ്. സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി ആ ജന്മദിനത്തെ സ്വീകരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. അർഹമുറാഹിമായ അല്ലാഹ്, ഞങ്ങളെ നിന്റെ മുത്തഖീങ്ങളിൽ ചേർത്ത് തരണേ അല്ലാഹ്. അവസാനം ഈ ലോകത്തിനോട് വിട പറയുമ്പോൾ നന്നായി മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അപ്പോൾ ഞങ്ങൾ ഈ ക്ലാസ് എടുക്കുന്നതും ഈ ക്ലാസ്സിൽ ഒരുമിച്ച് കൂടുന്നതൊക്കെ ഇത്തരം നല്ല സ്വാലിഹ്യങ്ങളുടെ കൂടെ കൂടിയാലെങ്കിൽ നാളെ ആഖിറത്തിൽ ഞങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന് കരുതിയിട്ടാണ് അല്ലാഹ്. റബ്ബേ, ഇത്തരം മുഅ്മിനീങ്ങൾ ഒത്തുകൂടുന്ന സദസ്സിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുമെന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് റഹ്മാനെ. റബ്ബേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരെയും ഈ സ്വർഗ്ഗത്തിൽ ലഭിച്ചു കൂടി അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്റെ ലിഖാഅ് കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد
യാ റബ്ബി സല്ലി അലൈഹി